ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ സ്വന്തം മരുമകളാണ് തനിക്ക് ബ്ലഡ് തന്നെന്നുള്ള സത്യാവസ്ഥ ദേവ്യാനി തിരിച്ചറിയാണ് കേട്ടോ. അങ്ങനെ ദേവ്യാനിയുടെ ബ്ലഡ് ഒക്കെ മാറ്റിയതിനു ശേഷം ദേവ്യാനിക്ക് ബോധം വരുന്നുണ്ട്. ദേവ്യാനി പതുക്കെ കണ്ണു തുറക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. പിന്നെ മാഡത്തിന്റെ ബ്ലഡ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, മാഡത്തിന്റെ ഹസ്ബൻഡും മകനും. എന്നാൽ കൃത്യസമയത്ത് ഒരു കുട്ടിയെ കിട്ടി, അത് തന്നെ വലിയ ആശ്വാസം. അതിന് ദൈവത്തോട് നന്ദി പറയണം. ഇതും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആദർശും ജയനും നിൽക്കുന്നുണ്ട്. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? വിഷമിക്കണ്ട, മാഡത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ പഴയ സ്ഥിതിയിലേക്ക് മാറണമെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കും. അത്രയും ദിവസം നല്ല റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതാ നല്ലത്. പ്രത്യേകിച്ച് ആ വീട്ടിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതുകൊണ്ട്. സർ, ഇപ്പൊ മാഡത്തിന്റെ വയറ്റിൽ ചെന്നിരിക്കുന്നത് കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമായേനെ. എന്തായാലും മാഡം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ വീട്ടിലാരെങ്കിലും ശത്രുത വെച്ച് ചെയ്തതാണെങ്കിൽ അത് ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് സർ. അതുകൊണ്ട് ഈ കൃത്യം ചെയ്ത ആളെ വെളിച്ചത്ത് കൊണ്ടുവരണം. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ഇത് പോലീസിനെ അറിയിച്ച അച്ഛൻ ഉണ്ടാക്കിയെടുത്ത പേര് തന്നെ ഇല്ലാതെയാകും. പിന്നെ അനന്തപുരിയിലെ പോലീസ് കയറി ഇറങ്ങുന്നത് എല്ലാവർക്കിടയിൽ ഒരു ചർച്ചയായി മാറും. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, സർ, ഞാനിത് പോലീസിലേക്ക് കൊണ്ടുപോകണം എന്നല്ല പറയുന്നത്. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഇനിയും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് പോലീസിനെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പക്ഷേ ഇവിടെ അനന്തപുരിക്കാർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഡോക്ടർ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡോക്ടറോട് ഒരുപാട് കടപ്പാടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുൻപ് ഞാനൊരു തെറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അയാൾ ഇപ്പം ശരിക്കും ഗർഭിണിയാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാഡത്തെ ചെന്ന് കാണാം. ശരി ഡോക്ടർ. ഇത് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആദർശും ജയനും ദേവ്യാനെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് കയറി ചെല്ലാണ്. ദേവ്യാനി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചെറിയ തളർച്ചയും ക്ഷീണവും ഉണ്ട്. അതങ്ങ് മാറിക്കോളും. എന്നാലും അന്ന് വന്നപ്പോഴുണ്ടായിരുന്ന അത്രയ്ക്കൊന്നുമില്ല. പിന്നെ ജയേട്ടാ, കൃത്യസമയത്ത് എനിക്ക് ബ്ലഡ് നൽകി സഹായിച്ച ആ കുട്ടി ഏതാ? എന്നോട് ഡോക്ടർ പറഞ്ഞു, ആ കുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ജീവിതം അവതാളത്തിലാകുമായിരുന്നു എന്ന്. എനിക്ക് ആ കുട്ടിയെ കണ്ട് നന്ദി പറയണം. എത്ര പറഞ്ഞാലും അത് മതിയാകില്ല. ഇത് കേട്ടപ്പോൾ ആദർശനും ജയനും ഒക്കെ സന്തോഷമാവാണ്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നീ ശരിക്കും ആ കുട്ടിയോട് നന്ദിയല്ല പറയേണ്ടത്, പകരം മാപ്പാണ് ചോദിക്കേണ്ടത്. എന്ത് ജയേട്ട് നീ പറയുന്നേ? ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ആ കുട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആ കുട്ടി ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്ത് പോയിക്കാ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരാൻ മതി, അപ്പോൾ കാണാം. അല്ല ജയേട്ടാ, ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നോ? എന്തു കൊടുക്കാൻ? അല്ല, എനിക്ക് ബ്ലഡ് തന്നതല്ലേ. പ്രത്യേകിച്ചും എവിടെയും കിട്ടാത്തൊരു ബ്ലഡ് അല്ലത്. ആ കുട്ടിക്ക് പണമൊന്നും വേണ്ട. ആ കുട്ടിക്ക് പണത്തേക്കാൾ വലുത് തൻ്റെ ജീവൻ തന്നെയാണ്. അതെന്താ ജയേട്ടാ, വല്ല സംഘടനയുടെ ഭാഗമായിട്ട് വന്നതാണോ? അതൊന്നുമല്ല. ആ കുട്ടി തന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാ. മോനെ ആദർശേ, എങ്കിൽ എനിക്ക് ആ കുട്ടിയെ എന്തായാലും കാണണം. അതൊക്കെ കാണാം അമ്മേ. അമ്മ ഇപ്പം റെസ്റ്റ് എടുക്ക്. അമ്മയ്ക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അല്ല, ഇന്നിവിടുന്ന് വീട്ടിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ലമ്മേ, ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയുന്നേ? എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. അമ്മയുടെ ഹെൽത്ത് ഇപ്പോഴും പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ജസ്റ്റ് ഓക്കെ ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ ഒരാഴ്ച കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. അതേസമയം തന്നെ അനാമികയും രേവതിയും അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഇവരെ കണ്ടപ്പോൾ തന്നെ നേഴ്സ് പറയുന്നുണ്ട്, അതെ, കുറെ ആളുകൾ പേഷ്യന്റിന്റെ അടുത്ത് നിൽക്കണ്ട, പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ കുറെ നേരമായില്ലേ സംസാരിക്കുന്നത്? മോൾക്ക് ഒരേ വാശി, വല്യമ്മയെ കാണണമെന്ന്. എന്ന് വെച്ചാൽ വല്യമ്മ ഒരുപാട് ഇഷ്ടമാണ് മോൾക്ക്. വല്യമ്മയെ കാണാൻ പറ്റില്ലെന്ന് ഇങ്ങനെ പരാതി പറയുവാ. അതുകൊണ്ടാ ഇടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, മോളിങ് വന്നേ. അപ്പൊ തന്നെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അതെ, ഞങ്ങളിപ്പോൾ കയറിയതേ ഉള്ളൂ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതിനിതാ ഞങ്ങളിപ്പോൾ സംസാരിച്ചിറങ്ങും, പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അപ്പൊ തന്നെ അനാമിക പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇത്? ഞങ്ങളിപ്പോൾ പോവില്ലേ? വല്യമ്മയെ കാണാനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അപ്പൊ ജയൻ പറയുന്നുണ്ട്, ശരി, നിങ്ങൾ സംസാരിച്ചോ, വാ മോനെ, നമുക്ക് പുറത്തേക്കാം. ഇത് പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് പോരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് ജയനോ പറയുന്നുണ്ട്, അച്ഛാ, എന്തിനാ അച്ഛാ ഈ സമയത്ത് അവിടെ നിങ്ങൾ പോകുന്നത്? അവള് പോയതേ നല്ല ഉദ്ദേശത്തോടൊന്നും ആയിരിക്കില്ല. അവള് പോയത് നല്ല ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അതവക്ക് തന്നെ തിരിച്ചടിച്ചോളൂ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയും വേണ്ട. അല്ല, നയനമോൾ ഇവിടുന്ന് കുറെ നേരമായാലും പോയിട്ട്. നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാനിപ്പോൾ വിളിച്ചിരുന്നു അച്ഛാ, അവള് വീട്ടിലെത്തിയെന്നാ പറഞ്ഞത്. മോളോട് പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ. എന്തായാലും മരുമകളെ ഇന്ന് അമ്മായിമ്മ കാണട്ടെ. ബ്ലഡ് കൊടുത്ത മരുമകളാണല്ലോ. ആദർശേ, അച്ഛൻ ഇനിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നയനമോളെ ദേവയാനി സ്വന്തം മരുമകളായി കാണുന്നതാ. ഇനിയെങ്കിലും ദേവയാനിക്ക് നയനമോളോട് സ്നേഹം ഉണ്ടായാൽ മതിയായിരുന്നു. അതെ അച്ഛാ, അതെ എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. അതേസമയം തന്നെ ദേവയാനിയുടെ അടുത്ത് അനാമികയും രേവതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല വല്യമ്മേ, എൻ്റെ ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന പോലെ. അതെന്തു പറ്റി മോളെ?
അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്നോ? ഇത് നല്ല ചോദ്യമാണല്ലോ. ഈ ലോകത്ത് എങ്ങും ഇല്ലാത്ത ബ്ലഡാ ദേവയാനി ചേച്ചിക്ക്. അതെന്റെ മോൾക്കുണ്ടായത് ദേവയാനി ചേച്ചിക്ക് വലിയ ആശ്വാസമായില്ലേ? അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ രേവതി പറയുന്നുണ്ട്, അപ്പൊ ചേച്ചിയോട് ആരും പറഞ്ഞില്ലേ? എന്റെ മോള് നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടും ആർക്കും അത് പറയാൻ കഴിഞ്ഞില്ലല്ലോ. അയ്യോ, മോളാണ് എനിക്ക് ബ്ലഡ് തന്നത്. അതേ ചേച്ചി, എന്റെ മോളുടെ നല്ല മനസ്സ് കാരണം ഇപ്പൊ ചേച്ചിക്ക് ഒരു ആപത്തും വരാഞ്ഞത്. അയ്യോ, എന്റെ പൊന്നുമോളാണ് എനിക്ക് ബ്ലഡ് തന്നത്. അതേ വല്യമ്മേ, എനിക്ക് ആദ്യം ബ്ലഡ് തരാൻ പേടിയായിരുന്നു. പക്ഷേ അച്ഛനെ സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആകെ വിഷമായി. അപ്പോൾ ഞാൻ തന്നെ ഇത് തീരുമാനിച്ചത്. മോളെ, ഈ ഉപകാരം ഒരിക്കലും വല്യമ്മ മറക്കില്ല. മോളാണ് ശരിക്കും എൻ്റെ മരുമകൾ. പിന്നെ വല്യമ്മേ, ഒരുത്തി ഇവിടെ വട്ടം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, വിഷം തന്നിട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൾ ഈ ഹോസ്പിറ്റലുണ്ടോ? ഉണ്ട് വല്യമ്മേ, ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണാം. എന്നിട്ടെന്താ അവൾ എൻ്റെ അടുത്തോട്ട് വരാത്തത്? അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്ത് ചോദ്യം ഇത്? കുറ്റം ചെയ്തിട്ട് ആരെങ്കിലും മുന്നിൽ വന്ന് നിൽക്കുവോ? എന്തായാലും അവളെൻ്റെ മുന്നിൽ തന്നെ കാണുമല്ലോ. ഞാനങ്ങനെ വെറുതെ വിടില്ല അവളെ. വിടരുത് ചേച്ചി, അങ്ങനെ വിട്ടാ പിന്നെ എങ്ങനെയാ ശരിയാവുക? ചേച്ചിയുടെ ജീവൻ അവൾ എടുക്കാൻ നോക്കിയത്. എൻ്റെ ജീവന് പകരം ഞാൻ അവളുടെ ജീവൻ എടുക്കും, നോക്കിക്കോ. അങ്ങോട്ട് ചെന്നിട്ട് അവളെ നിരകിപ്പിക്കും ഞാൻ. അവൾക്ക് ഇതിലും വലിയ ശിക്ഷ ഇനി കൊടുക്കാനില്ല. അതേതായാലും നല്ലതാ ചേച്ചി. എൻ്റെ മോളെ കഷ്ടപ്പെടുത്തുന്നതിന് അവൾക്കും അവളുടെ ചേച്ചിക്കും നല്ലൊരു തിരിച്ചടി കൊടുക്കേണ്ടതാ. എന്തായാലും ചേച്ചിയെ കിടത്തി കളഞ്ഞില്ലേ, വല്ലാത്ത പാപികൾ തന്നെ അവര്. അതേസമയം ആദർശ് നയനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നയന ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, നയനെ നീ വീട്ടിലെത്തിയോ? വീട്ടിലെത്തി ആദർശിട്ടാ. നയനെ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? തളർച്ചയുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേ, ബ്ലഡ് തരുന്ന ആളെ കാണണമെന്നും പറഞ്ഞ് അയാളോട് നന്ദിയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. ആണോ ആദർശേട്ടാ? അതെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിലൂടെ അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് എത്ര നല്ലതാ. പക്ഷേ ആദർശേട്ടാ, ഒരു പ്രശ്നമുണ്ട്. ഇനി അമ്മയ്ക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട നയനി. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് വേണം ഒന്ന് ഫ്രഷ് ആവാനും ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും. നിന്നെയും കൂട്ടാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നീയാണ് ബ്ലഡ് എന്നതെന്ന് അമ്മയോട് പറയണം. ശരി ആദർശേട്ടാ, എന്നാൽ പിന്നെ നീ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഇനി നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. അടുത്ത എപ്പിസോഡ് ദേവയാനിക്ക് മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഒന്നും പറഞ്ഞപ്പോൾ ദേവയാനി വിശ്വസിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ ചെന്ന് പറയുമ്പോഴാണ് ദേവയാനിക്ക് ആ സത്യം മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ അനാമികയെ ദേവയാനി വെറുക്കുന്നുണ്ട് കേട്ടോ. നല്ല കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.